എല്ലാവർക്കും പൊന്നാമ്പി വ്ലോഗിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഞാൻ ഇന്നൊരു കിടിലം വീഡിയോസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, എൻ്റെ വീഡിയോസും കൊച്ചു കൊച്ചു തമാശകളും കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് മരങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും പറയാനാണ് കൂട്ടുകാരെ വന്നിരിക്കുന്നത്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മഞ്ഞൾ ഒരു ഔഷധ ചെടിയാണ്. രാവിലെ വെറും വയറ്റിൽ 1/2 ടീസ്പൂൺ വെള്ളം ചൂടാക്കി കുടിച്ചു കഴിഞ്ഞാൽ വലിയ അസുഖത്തിനൊക്കെ നല്ലതായിരിക്കും. നമുക്കൊരു ഇല പറിച്ചാലോ? നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാഴയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ഇലയും കുലയും. നമുക്ക് വാഴയിൽ നിന്ന് നമ്മൾ സദ്യ ഉണ്ണല്ലേ? ഈ സദ്യയെ കുറിച്ച് പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം ഒഴിക്കും. എന്നാൽ നമുക്ക് ഒരു ഇല പറിച്ചാലോ? പരിചയപ്പെടുന്നത് തെങ്ങിൽ നിന്ന് എന്തൊക്കെ കിട്ടും കൂട്ടുകാരെ? ഓലയും തേങ്ങയും കിട്ടുന്നു. പക്ഷെ ഒരു കാര്യം കൂട്ടുകാരെ, ഇത് തെങ്ങിൻ തൈയാട്ട കൂട്ടുകാരെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഇല പറിച്ചാലോ? അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജാതിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ജാതിക്കയും പത്രി. നിങ്ങൾ പത്രിയും വെച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ടുണ്ടോ? ചൂടുകാലത്തൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ല സൂപ്പറായിരിക്കും. നമുക്കൊരു ഇല പറിച്ചാലോ? അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൊടി. ഈ കുരുമുളകിന് കറുത്ത പൊന്നെന്ന് പേരിട്ടിട്ടുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഈ കറികളൊക്കെ സ്വാദ് കൂടാൻ നമ്മൾ ഇടുന്ന എന്നാണ്? കുരുമുളക്. പിന്നെ ഈ നമ്മൾ ഈ കൊറോണ സമയത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതാണ് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതാണ് ഈ കുരുമുളക്. അപ്പൊ നമുക്കൊരു ഇല പറിച്ചാലോ? അടുത്തതായി പറയാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട്. ഈ നമ്മുടെ കൗണ്ട് കുറഞ്ഞു പോകുമ്പോൾ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. അപ്പൊ നമുക്കൊരു ഇല പറിച്ചാലോ? ഓരോ ഇലകളുടെയും പേര് ഞാൻ ഒന്നും കൂടെ പറയാം. തുളസി, മഞ്ഞള്, പാഷൻ ഫ്രൂട്ട്, കൊടി, ജാതിയില, വാഴയില, ഓല. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള അമർത്തുക. എന്നാലാണ് ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ബൈ ബൈ. ഞാൻ വീണ്ടും വരും.